ഒന്ന് ജഡ്ജ്മെൻറ്റ് വരുന്നത് വരെ 12-ാം തീയതി ജഡ്ജ്മെൻറ്റ് വരുമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ 13, 14 ജഡ്ജ്മെൻറ്റ് വരും. വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ പറ, ഇതാ ഇന്ന ഡിഫക്റ്റ് ഈ വിധിയിലുണ്ട്. നിങ്ങൾക്ക് വിധിയെ വിമർശിക്കാം, ഓരോ വിധിയിലെ ഓരോ വാക്കും വരിയും ഒക്കെ നിങ്ങൾക്ക് വിമർശിക്കാം. ജഡ്ജിയെ വിമർശിച്ചുകൂടാന്നേ ഉള്ളൂ. ജഡ്ജിയെ പേഴ്സണലി അറ്റാക്ക്, വിധിയെ വിമർശിക്കുമ്പോൾ ഫലത്തിൽ നിങ്ങൾ ജഡ്ജിയാണ് വിമർശിക്കുന്നത്, പക്ഷേ അവരുടെ മോട്ടീവ് അത് വിമർശിച്ചുകൂടാ, ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതിനുള്ള ക്ഷമ പോലും ഇല്ല. കാരണം ഇത് വലിയൊരു തോൽവിയായിട്ട് മാധ്യമങ്ങൾക്ക് തോന്നുന്നു. മാധ്യമങ്ങളാണ് ഈ അതിജീവിതയും ഇത്ര വലിയ ഇമോഷണൽ ഇതിലേക്ക് കൊണ്ടുപോയി വിട്ടത്. തുടക്കത്തിൽ അതിജീവിത ഇയാളുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല, ദിലീപിൻ്റെ ഇല്ല. ഞാൻ അറിഞ്ഞിടത്തോളം അവരെങ്ങും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റിലോ മറ്റോ ആണ് ദിലീപിൻ്റെ പേര് ആദ്യമായിട്ട് അവർ പറയുന്നത്. വിചാരണ കോടതിയിൽ അവർ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ജഡ്ജ്മെൻറ്റ് വന്നിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു പരാതിയില്ല. ഇപ്പോൾ വിധി വന്നതിന് ശേഷം ഹിന്ദു പത്രത്തിന് കൊടുത്ത അത് ടെലഫോണിക്കാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ചോദ്യം ഉത്തരമായിട്ടല്ല ഹിന്ദു അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസാരത്തിൻ്റെ കണ്ടൻ്റ് എടുത്ത് അവർ കൊടുത്തിരിക്കുകയാണ്, പക്ഷേ പ്രോമിനൻ്റായിട്ട് കൊടുത്തു ഹിന്ദു അത്. അപ്പോൾ അതിൽ ദിലീപ് പറയുന്നുണ്ട്, എനിക്ക് ഈ അതിജീവിതമായിട്ട് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ വളരെ കോടിയിലായിട്ട് പെരുമാറിക്കൊണ്ടിരുന്നതാണ്. മഞ്ജു വാര്യർ ഇതിനകത്ത് ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈ സാധനം മൊത്തം തിരിയുന്നത്. നമ്പർ 2, ഇപ്പോഴും എനിക്ക് മനസ്സിലാകാത്തത്, ദിലീപ് എന്തിന് ഈ കൊട്ടേഷൻ കൊടുക്കണം? എന്തിനു കൊടുക്കണം? എന്താണ് ഈ നടി ചെയ്ത കുറ്റം ദിലീപിന് ഇത്ര വലിയ ദേഷ്യം വരാൻ? ഒന്നുമില്ല. ദിലീപിന് കാവ്യ മാധവനുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഈ നടി മഞ്ജു വാര്യരോട് പറഞ്ഞു പോലും. ശരി, പറഞ്ഞെങ്കിൽ ഓൾറെഡി അവരുടെ വിവാഹമോചനം കഴിഞ്ഞു. ദിലീപ് കാവ്യ മാധവനെ കല്യാണവും കഴിച്ചു. അപ്പോൾ ഇതെന്തോ പുതിയ കാര്യം പോലെ നടി പോയി അറിയിച്ചു. അതിൻ്റെ പേരിൽ ദിലീപിന് ദേഷ്യം. എന്ത് ദേഷ്യം? കാവ്യ മാധവൻ കല്യാണം കഴിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ ഇവരൊരു പരദൂഷണം, ചേച്ചി ഇവർ തമ്മിൽ പണ്ടേ അടുപ്പത്തിലായിരുന്നു കേട്ടോ, ഞാൻ പിന്നെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ എന്നൊരു പരദൂഷണം പറഞ്ഞു എന്ന് വെച്ചോ. അതുകൊണ്ട് എന്താ? നേരത്തെ പറഞ്ഞെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞു എന്ന് വെച്ചോ, അപ്പോഴും ഇത് തകരാൻ പോകുന്ന ഒരു ബന്ധമായിരുന്നല്ലോ. അവർ പരദൂഷണം പറഞ്ഞുകൊണ്ടല്ലല്ലോ ഈ ബന്ധം തകർന്നത്.